ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ വചനപഠന പരമ്പരയുടെ ഈ പരമ്പരയുടെ അവസാനത്തെ ഒരു പഠനത്തിന് വേണ്ടിയാണ് നാം ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നത്. ഇടയ്ക്ക് 2 ആഴ്ചകളിൽ നമുക്ക് വേദ പുസ്തകവുമായിട്ട് ഈ ഭാഗത്ത് നിന്ന് ചിന്തിപ്പാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചെങ്കിലും നമുക്ക് കൂടുവാനായിട്ട് സാധിച്ചില്ല. ഇന്ന് എല്ലാവിധമായ അനുകൂലമായ സാഹചര്യം കർത്താവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അവസാനത്തെ 2 ഉപമകൾ, മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം, അതിൻ്റെ അവസാനത്തെ 2 ഉപമകളെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് ആ പരമ്പര നമുക്ക് അവസാനിപ്പിക്കാം. ഇതിനു മുമ്പ് നാം ചിന്തിച്ച 6 ഉപമകളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് വീണ്ടും ആവർത്തിച്ച് ചിന്തിക്കുവാനായിട്ട് സമയമില്ല. അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം, അതിൻ്റെ 47 മുതൽ 53 വരയ്ക്കുമുള്ള വാക്യങ്ങൾ. 47 മുതൽ 53 വരയ്ക്കുമുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലിയ വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നുകൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്ത് കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പിതൃനഗരത്തിൽ വന്നു. അവിടെയാണ് ഈ ഉപമകളുടെ ആ പട്ടിക അത് അവസാനിക്കുന്നത്. സാധാരണ പലരും ഇതിൽ 7 ഉപമകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. എന്നാൽ 7 അല്ല, അവസാനത്തെ ഉപമയാണ്. ഇതിൻ്റെ 51-ാം വാക്യം മുതൽ 53 വരിക, അല്ലെ 51, 52-ലും അവസാനത്തെ ഒരു ഉപമ കൂടി നാം കാണുന്നുണ്ട്. ഇതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥനയോടുകൂടി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഒരു ഹോംവർക്ക് കൂടി ഞാൻ അതിനോടൊപ്പം തരാം. വേദപുസ്തകത്തിൽ ദൈവരാജ്യം എന്ന് പറയുന്നുണ്ട്, സ്വർഗരാജ്യം എന്ന് പറയുന്നുണ്ട്. കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഹെവൻ. ഇത് രണ്ടും ഒന്നാണോ അതോ വ്യത്യസ്തമായതാണോ? വ്യത്യസ്തമാണെങ്കിൽ തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും എന്താണെന്നുള്ളത് ഒന്ന് പഠിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ചില ഭാഗത്ത് സ്വർഗരാജ്യം എന്ന് പറയുന്നുണ്ട്, ചില ഭാഗത്ത് ദൈവരാജ്യം എന്ന് പറയുന്നുണ്ട്. കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഹെവൻ. അതിൽ രണ്ടും, ഈ ഉപയോഗം രണ്ടും ഒന്നിനെ സൂചിപ്പിക്കുന്നതാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. ആണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല, രണ്ടും ഒന്നാണ്. അതല്ലെങ്കിൽ, വ്യത്യാസമാണെങ്കിൽ അതിൽ സാമ്യം വല്ലതും ഉണ്ടോ, അത് പൂർണ്ണമായിട്ട് വ്യത്യസ്തമാണോ? അങ്ങനെ ആണെങ്കിൽ എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ളത്? അത് ദൈവമക്കൾ തന്നെ ഒരു പഠന വിഷയമാക്കി ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം അത് പല ചോദ്യങ്ങൾക്കൊരു ഉത്തരമായിട്ട് തന്നെ നമുക്ക് ലഭിക്കും. ഏതിനെയാണ് സ്വർഗരാജ്യം സൂചിപ്പിക്കുന്നതും ഏതിനെയാണ് ദൈവരാജ്യം സൂചിപ്പിക്കുന്നതും? ഇവിടെ വർണ്ണിച്ചിരിക്കുന്ന ഉപമകളെക്കുറിച്ച് നമ്മൾ പറയുന്നത് ദ കിങ്ഡം പാരബിൾസ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഉപമകളാണ്. എന്നാൽ അവിടെ തന്നെ പല സ്ഥലത്ത് സ്വർഗരാജ്യം എന്നുള്ളതും ഇംഗ്ലീഷിൽ തന്നെ പല തർജ്ജമയിൽ വിവിധ തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏതാണെങ്കിലും ഇത് ദൈവികമാണ്. അതുകൊണ്ട് പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് വരുന്ന, ദൈവിക രാജ്യത്തിൻ്റെ പ്രോഗ്രസീവ് ഡെവലപ്മെന്റിൽ വരുന്ന, അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതിൽ വരുന്ന ഏതിലേക്കാണ് അത് നയിക്കുന്നത്, അതിനെ വിവരിച്ച് പറയുന്ന ഒരു
ഉപമകളുടെ ഒരു പട്ടിക, ഒരു പരമ്പരയാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ച സമയത്ത് ചിലത് പൊതുവായിട്ട് സംസാരിച്ചു എന്ന് നമ്മൾ കണ്ടു. അതായത് ജനാവലി കൂടിയിരിക്കുന്ന സമയത്ത് അവരോട് സംസാരിച്ചു. ചിലത് ശിഷ്യന്മാരുമായിട്ട് വീട്ടിലായിരിക്കുമ്പോൾ അവരോട് മാത്രം സംസാരിച്ചു. ജനാവലിയോട് സംസാരിച്ച സമയത്ത് അതിൻ്റെ വ്യാഖ്യാനം ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അത് ശിഷ്യന്മാർക്ക് മാത്രമാണ് അത് വ്യാഖ്യാനിച്ചു കൊടുത്തത്. ആ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതും ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ചായിരിക്കുമ്പോൾ ഭവനത്തിൽ പങ്കുവെക്കുന്ന 2 ഉപമകളാണ്. അപ്പോൾ ഇത് പൊതുവായിട്ട് ജനങ്ങളോട് സംസാരിക്കുന്ന ഉപമകളല്ല, ശിഷ്യന്മാരോട് മാത്രം വെളിപ്പെടുത്തുന്ന ഉപമകളാണ്. അത് ആരംഭിച്ചത് എവിടെ നിന്നാണ്? ആ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി അത് നമ്മൾ നോക്കി. അതിനുശേഷം ഏറ്റവും വിലയേറിയ ഒരു മുത്ത്, കൂടാതെ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വല, അതുപോലെ അടുത്തത് ഒരു വീട്ടുടയവൻ. ഇതെല്ലാം ഭവനത്തിൽ ശിഷ്യന്മാരോട് മാത്രം പങ്കുവെച്ച വിഷയമാണ്. ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഉപമകളെക്കുറിച്ച് പല സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. എന്നാൽ നമ്മൾ ഫോളോ ചെയ്യുന്നതും അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നതും അതാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി അതേതിനെയാണ് ആത്മീക അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്? ഇസ്രായേലിനെയാണ്. അതുപോലെ തന്നെ വിലയേറിയ മുത്ത് അത് സൂചിപ്പിക്കുന്നത് സഭയാണ്. ദ ഹിഡൻ ട്രഷർ ദാറ്റ് സ്പീക്സ് ഓഫ് ഇസ്രായേൽ ആൻഡ് ദ ഗുഡ്ലി പേൾ, ദ പേൾ ഓഫ് ഗ്രേറ്റ് വാല്യൂ that speaks of the church. അപ്പോൾ ഇവിടെ 47-ാം വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം. അപ്പോൾ ഇസ്രായേൽ ഒളിച്ചിരിക്കുന്നൊരു നിധി തക്ക സമയത്ത് ആ നിധി വെളിപ്പെട്ടു വരും. ഗുഡ്ലി പേൾ, വിലയേറിയ ഒരു മുത്ത്, സഭ, സാർവത്രിക സഭ അതിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വേദപണ്ഡിതന്മാർ എല്ലാവരും തന്നെ അഭിപ്രായപ്പെടുന്നത് ഇവിടെ ഈ വല വിരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നത് മഹാപീഡന കാലത്തുള്ള സുവിശേഷം അറിയിക്കലാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും, ഈ മഹാപീഡന കാലത്ത് സുവിശേഷം അറിയിക്കുമോ എന്നുള്ളത്. ഉണ്ട്. എന്നാൽ ആ സമയത്ത് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ പോലെ അത്രയും സുഖമുള്ളതല്ല. കാരണം ആ പീഡനത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ദൈവം നിയോഗിച്ച ഒരു സംഖ്യയിലുള്ള സുവിശേഷകന്മാരുണ്ട്. അവർ സുവിശേഷ ഘോഷണം നടത്തും. ആ സമയത്ത് രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് വരുന്നത് ഒരു വലിയ കൂട്ടമായിരിക്കും. അത് ലാസ്റ്റ് ചാൻസ് ആണ്. കാരണം ആ മഹാപീഡന സമയം കഴിയുമ്പോൾ കർത്താവ് തൻ്റെ സഭയുമായിട്ട് മടങ്ങി വരികയാണ്. ഓക്കെ, പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? മഹാപീഡന കാലം, 7 വർഷത്തെ മഹാപീഡനം കഴിയുമ്പോൾ സഭയുമായിട്ട് കർത്താവ് മടങ്ങി വരുന്നു. 1000 ആണ്ട് വാഴ്ചയുടെ ആ ആരംഭം അവിടെ കുറിക്കുകയാണ്. ആ 7 വർഷത്തിന്റെ കാലയളവിൽ നടക്കുന്ന സുവിശേഷ പ്രവർത്തനം, അതിലും ഒരു നല്ല പങ്ക് സാക്ഷ്യം വഹിച്ച് സുവിശേഷം അറിയിക്കുന്നു. അതിൻ്റെ പല ഘട്ടങ്ങൾ നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എല്ലാ കൂട്ടം മീനും, അവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ വക മീനും പിടിക്കുന്നവനുമായൊരു വലയോട് സദൃശ്യം. ഇതിനു മുമ്പുള്ള ഉപമകളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അവിടെ വിത്ത് വിതയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പും കളയും അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ, അതുപോലെ തന്നെ നിധി ലഭിക്കുന്ന സമയത്ത് ആ വയൽ തന്നെ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കാണുന്നു. ഈ നല്ല മുത്ത് തെരഞ്ഞെടുത്ത് അത് കിട്ടുന്ന സമയത്ത് ഉള്ളതെല്ലാം വിറ്റ് ആ മുത്ത് വാങ്ങിക്കുന്ന ഒരുത്തനെ കുറിച്ച് കാണുന്നു. എന്നാൽ ഇവിടെ ആരെങ്കിലും പർട്ടിക്കുലർ ഒരു പേഴ്സണെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടോ? ഇവിടെ പറയുന്നില്ല. ഇവിടെ ആ വല വിരിക്കുന്നത് ആരാണെന്നുള്ളത് അവിടെ പറയുന്നില്ല. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ഡ്രാഗ് നെറ്റ്.
അപ്പോൾ അതൊരു ചെറിയ വലയല്ല, അതൊരു വലിയ വലയാണ്. ആ വലയാണ് ഇട്ട് അതെവിടേക്കാണ് ഇടുന്നത്? അവിടെ തന്നെ പറയുന്നുണ്ട്, കടലിലേക്കാണ് ഇടുന്നത്. അപ്പോ സമഗ്ര ഭൂമിയിലേക്ക് ഈ വല വീശുകയാണ്. ഏതിൻ്റെ വല? സുവിശേഷത്തിൻ്റെ വല. ആ വലയിലേക്ക് എല്ലാ വിധത്തിലുള്ള മീൻ അതിലേക്ക് കയറുന്നു. അത് കൃത്യമായിട്ട് നമ്മൾ ഓർക്കുക. 1-2 വാക്യങ്ങൾ അതിനോടനുബന്ധിച്ചൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 10:34. അപ്പോസ്തലപ്രവൃത്തി 10:34. ദൈവത്തിന് മുഖവിഷയമില്ലായിരുന്നു. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുമെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പത്രോസ്, നമുക്കറിയാം, ആ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ഒരു വേർതിരിവ് അതിനു മുമ്പ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. കാരണം അവർ ചിന്തിച്ചിരുന്നത് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരിക, കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുക, അതിനുവേണ്ടി ഒരു യഹൂദൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവൻ ആണെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. എന്നാൽ പിന്നീട് പത്രോസിന് അത് വെളിപ്പെട്ട് ലഭിച്ചു, അല്ല, സുവിശേഷം എല്ലാവർക്കും വേണ്ടിയാണ്. ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ ഓൾ. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ 2 യൂസേജ് കാണുന്നുണ്ട്. ഒന്ന്, ഹി ഡൈഡ് ഫോർ ഓൾ ബട്ട് ഹി ബോർ ദ സിൻസ് ഓഫ് മെനി. മനസ്സിലായോ? ഹി ഡൈഡ് ഫോർ ഓൾ, എല്ലാവർക്കും വേണ്ടി ക്രിസ്തു മരിച്ചു. എന്നാൽ എല്ലാവരുടെയും പാപം വഹിച്ചോ? ഹി ബോർ ദ സിൻസ് ഓഫ് മെനി, നോട്ട് ഹി ബോർ ദ സിൻസ് ഓഫ് ഓൾ. കാരണം ഒരു കൂട്ടമുണ്ട്, അവരുടെ ഹൃദയം കഠിനമായി അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവർ പോകും. എന്നാൽ ഹി ബോർ ദ സിൻസ് ഓഫ് മെനി. അപ്പോൾ സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ മുഖപക്ഷമില്ല. ദർ ഇസ് നോ പാർഷ്യാലിറ്റി. എല്ലാവർക്കും കേൾക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. ആ വലിയ ഉത്തരവാദിത്വമാണ് സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ, കൃപായുഗത്തിൽ സുവിശേഷവുമായിട്ട് നമ്മൾ പോകുന്ന സമയത്ത്, ഇപ്പോൾ നമുക്കറിയാം, അവർ ഗ്രാമം മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നു. ഗ്രാമത്തിലുള്ളവരുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും സുവിശേഷവുമായിട്ട് കടന്നു പോകണം. എന്നാൽ അതിനോടൊപ്പം തന്നെ അർബൻ സെക്ടറിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും അവിടെയും സുവിശേഷം കേൾപ്പാനായിട്ട് ധാരാളം പേരുണ്ട്. അവരുടെ മധ്യത്തിലുള്ള പ്രവർത്തനം എന്തൊക്കെയാണ് മനസ്സിലാക്കി ആ പ്രവർത്തനത്തിലും ഉച്ചരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 1 തിമോഥെയോസ് 2-ാം അധ്യായം 6-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. 1 തിമോഥെയോസ് 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. മതി. എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടി. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചത് സമഗ്ര മാനവരാശിക്ക് വേണ്ടി എന്നുള്ളത് നാം ഓർത്തുകൊള്ളുക. സോ ദേ ഗാദർഡ് ഓഫ് എവ്രി കൈൻഡ്, അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം. എന്നിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത്, നിറഞ്ഞപ്പോൾ, അതായത് ആ മഹാപീഡന കാലത്ത്, when it was full, അതായത് the last chance ആണ്, അത് നിറഞ്ഞു കഴിയുന്ന സമയത്ത് അവരെന്താ ചെയ്തത്? അത് കരയ്ക്ക് കയറ്റി. പിന്നീട് അതിനുള്ളൊരു അവസരമില്ല. വല നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കരയ്ക്ക് അവർ കയറ്റി. When it was full, the very last time, they drew it to the shore. And then അവിടെ നാം കാണുന്നത്, they started separating. അടുത്ത നമ്മൾ വായിക്കുന്നത്, കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞ് കളഞ്ഞു. ആരാത് ചെയ്തത്? The angels did that. They are the reapers. ദൂതന്മാരാണ്. They are the instruments there. പല കാര്യങ്ങളിൽ അവർ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് നമ്മൾ കാണുന്നു. അവര് ഇവിടെ ചെയ്യുന്നത്, നല്ല മീനുകളെ അവർ കൂട്ടി പാത്രത്തിൽ വെച്ചു, ചീത്ത എല്ലാം അവര് അവിടെ ചെയ്തത് നമ്മൾ വായിക്കുന്നത്, അത് എറിഞ്ഞ് കളഞ്ഞു. ഒരു സെപ്പറേഷൻ അവിടെയും നാം കാണുന്നുണ്ട്.
അവരതിൽ സന്തോഷിക്കുകയാണ്. ദൂതന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മെ സംബന്ധിച്ച് അവർ നമ്മുടെ ശുശ്രൂഷക്കാരാണ്. എവിടെയാണ് നമ്മൾ വായിക്കുന്നത്? പിന്നീട് വായിച്ചാൽ മതി. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. അവിടെ നമ്മൾ കാണുന്നത് ദി ഏഞ്ചൽസ് ദേ മിനിസ്റ്റർ ടു അസ്. ദൂതഗണങ്ങൾ, ദൂതന്മാര് നമ്മെ ശുശ്രൂഷിക്കുന്നു. ഓൾസോ ദേ ഒബ്സർവ്, അവര് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് അത്ഭുത പ്രവൃത്തി അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ആർ ദ ഒബ്സർവേഴ്സ്. 1 കൊരിന്ത്യർ 11:10 നമ്മൾ വായിക്കുമ്പോൾ അത് കാണുന്നുണ്ട്. 1 തിമോഥെയോസ് 5-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോഴും അവിടെ നാം കാണുന്നത് ദൂതഗണങ്ങൾ ആശ്ചര്യ കണ്ണുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ അവർ കാണുന്നു. അത് മാത്രമല്ല, നമ്മളിൽ നിന്ന് അവർ ചിലത് പഠിക്കുന്നു. അതെവിടെയാണ് നമ്മൾ കാണുന്നത്? എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. അതും വ്യക്തമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോവുകയാണ്. സോ ദി ഏഞ്ചൽസ് ദേ മിനിസ്റ്റർ, ദേ ഒബ്സർവ് ആൻഡ് ദേ ആർ ഓൾസോ ടോട്ട്. ഒരു ആത്മാവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന സമയത്ത് സ്വർഗം സന്തോഷിക്കുന്നു. ദൂതഗണങ്ങൾ അത് ആശ്ചര്യ കണ്ണുകൊണ്ട് കാണുകയാണ്. അതുപോലെ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അതും ദൂതഗണങ്ങൾ ആശ്ചര്യ കണ്ണുകൊണ്ടാണ് കാണുന്നത്. കാരണം ദൂതഗണങ്ങളിൽ നിന്ന് ഒരുത്തൻ വീണുപോയാൽ ആ ദൂതത്തിന് വേണ്ടി ഒരു രക്ഷാമാർഗം കർത്താവ് ഒരുക്കിയിട്ടില്ല. എന്നാൽ നമുക്ക് വേണ്ടി കർത്താവ് ഒരു രക്ഷാമാർഗം ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. When an angel fell, he never prepared a way of salvation for redeeming or for saving that angel. എന്നാൽ മാനവരാശി പാപത്തിൽ പെട്ടുപോയപ്പോൾ, തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അതിന് പരിഹാരമായിട്ട് കർത്താവ് യേശു ക്രിസ്തു തന്നെ താൻ അർപ്പിച്ചു. ആ രക്ഷാമാർഗം നമുക്ക് വേണ്ടി ഒരുക്കി. ആ പ്രവൃത്തി, ആ നാമത്തിൽ കൂടുന്ന ഓരോ കൂട്ടായ്മ ദൂതഗണങ്ങൾ ആശ്ചര്യ കണ്ണുകൊണ്ടാണ് കാണുന്നത്. അത് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. ഏത് പദവിയിലേക്കാണ് കർത്താവ് നമ്മെ ഉയർത്തിയിരിക്കുന്നത്? അവിടെ നാം കാണുന്നത് അവർ നല്ലത് പാത്രത്തിൽ കൂട്ടിവെക്കുന്നു. അത് നമ്മളെ സൂചിപ്പിക്കുന്ന എന്താണ്? രക്ഷ നഷ്ടപ്പെടുകയില്ല. നമ്മളാണ് ആ കാര്യം വളരെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. രക്ഷയുടെ ഭദ്രത, ദി അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തി താൻ ഒരിക്കലും നഷ്ടപ്പെട്ട് പോവുകയില്ല. ഞാൻ പറയുന്നത് യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. ഹി മൈറ്റ് ലൂസ് ദ ജോയ് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ സന്തോഷം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം, എന്നാൽ അദ്ദേഹത്തിൻ്റെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. എപ്പോഴാണ് അതിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നത്? ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്ന് ഒരു ബാക്ക് സ്ലൈഡായി പോകുന്നു, പിന്മാറ്റ അവസ്ഥയിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ബാഹികമായിട്ട് താൽക്കാലികമായിട്ടുള്ള സന്തോഷം ചിലപ്പോൾ കാണും, എന്നാൽ ആ യഥാർത്ഥമായ സ്വർഗീയമായ സന്തോഷം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും. യഥാസ്ഥാനപ്പെടുമ്പോൾ വീണ്ടും ദൈവം തന്നെ ആ സന്തോഷത്തിലേക്ക് കൊണ്ടുവരും. അപ്പം അതുകൊണ്ട് പാത്രത്തിൽ കൂട്ടി വയ്ക്കുക, മറ്റതെല്ലാം കളയുക. ഇത് നമ്മളെ രണ്ട് കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദി ഏഞ്ചൽസ് ആർ ദി ഇൻസ്ട്രുമെന്റ്സ് ഹു സെപ്പറേറ്റ്. ഇപ്പോൾ നമ്മുടെ സഭയിൽ തന്നെ നമ്മൾ പൊതുവായിട്ട് നോക്കുമ്പോൾ, നമ്മുടെ വേർപെട്ട സഭ തന്നെ നമ്മൾ എടുത്ത് നോക്കാം. നമ്മുടെ സഭകളിൽ തന്നെ ബാഹികമായിട്ട് രക്ഷിക്കപ്പെട്ടതാണ് എന്ന് അഭിനയിച്ചുള്ളവർ ഉണ്ട്, കാണും. ഓക്കെ, അതുകൊണ്ടാണല്ലോ പറയുന്നത് ഈ സഭയുടെ ഉൽപ്രാവണം കഴിഞ്ഞിട്ടും വേർപെട്ട സഭയിൽ ആരാധന കാണും എന്നാണ്. പറഞ്ഞ് മനസ്സിലായോ? യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടവരെല്ലാവരും പോയി, എന്നാൽ ദി വർഷിപ്പ് വിൽ കണ്ടിന്യൂ. ആരായിരിക്കും അവിടെ ഉള്ളത്? ഈ പറയുന്നവര്. ദൈവസഭയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന അവർ ഉൽപ്രാവണത്തിൽ കൂടെ കർത്താവിന്റെ എതിരേൽക്കാൻ വേണ്ടി അവരെല്ലാവരും എടുക്കപ്പെട്ടു. എന്നാൽ അഭിനയിച്ചവര് അവർ തുടർന്നും ഈ ഒരു റുട്ടീനിൽ തന്നെ മുൻപോട്ട് പോകും. ഈ മഹാപീഡന കാലത്തും അവസാനമായിട്ട് ദൂതഗണങ്ങൾ ഒരു സെപ്പറേഷൻ അവിടെയും നടത്തും. കാരണം എല്ലാ വക മീനും അതിൽ വന്നു ചേരും. നല്ലത് പാത്രത്തിൽ കൂട്ടി വയ്ക്കും, അല്ലാത്തതെല്ലാം കളയും.
അവിടെ നമ്മൾ കാണുന്നത് ദ ഗ്യാദർ ദ ഗുഡ്, എന്നിട്ട് ദ ബാഡ് ദ കാസ്റ്റ് അവേ, ദ പുട്ട് ഇറ്റ് ബാക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ദേവദാസൻ പറഞ്ഞിരിക്കുന്നത്, ദ ഏഞ്ചൽസ് ദേ ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ഇൻ സെപ്പറേഷൻ ആൻഡ് ദേ ആർ ഓൾസോ ഇൻസ്ട്രുമെന്റ്സ് ഇൻ ജഡ്ജ്മെന്റ്. ന്യായവിധിയിലും അവർ അതിൻ്റെ കാര്യങ്ങൾ സുഗമമാക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവരും പ്രവർത്തിക്കുന്നു. പെട്ടെന്ന് നമുക്ക് രണ്ട് മൂന്ന് വാക്യങ്ങൾ നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 30 വരയ്ക്കുമുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 30 വരയ്ക്കും. മതി 30 കൂടി. മതി അമ്മാമ 28 മുതൽ ഒന്നുകൂടി വായിക്കാം. അതാണ് നമ്മുടെ ചിന്താ വിഷയം. 28 മുതൽ 30 വരയ്ക്ക്. അവർ ഒരു നാളും നശിച്ചു പോകയില്ല. ആരും അവരെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുകയുമില്ല. മതി. അതാണ്. അപ്പൊ അത് ഒരു പൂർണ്ണമായിട്ടൊരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. നാം അവന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. വി ആർ സോ സേഫ് ആൻഡ് സെക്യൂർഡ് ഇൻ ഹിസ് ഹാൻഡ്സ്. അതിനൊപ്പം തന്നെ മത്തായി 24-ാം അധ്യായവും മത്തായി 25-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെയും ഇതിനെക്കുറിച്ച് അല്പം കൂടി വിശദമായിട്ട് ഈ ഉറപ്പിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയും യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് അവർ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. അവരൊരിക്കലും നഷ്ടപ്പെട്ട് പോവുകയില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഗോതമ്പ് മാത്രം അതിൽ കളയില്ല. അതുപോലെ തന്നെ ആ നിധി, അതായത് ഇസ്രായേലിൻ്റെ സ്വന്തം ജനം എന്ന് പറയുന്ന ഇസ്രായേൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, കൂടാതെ ഏറ്റവും നല്ല മുത്ത് കർത്താവിൻ്റെ സഭ, അതുപോലെ തന്നെ നല്ല മീനുകൾ അതിൽ ചീത്തയായതുള്ളത് ഒന്നും അവിടെ കാണത്തില്ല. നല്ലത് മാത്രം ആയിരിക്കും അവിടെ ഉള്ളത്. എന്നാൽ ഇത് ഭാവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിലും സുവിശേഷ ഘോഷണത്തിൽ നമ്മുടെ സ്ഥലം സഭയുടെ പങ്കിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മൾ ഏതൊക്കെ വിധത്തിൽ അതിലൊരു പങ്കാളിയായിട്ട് പ്രവർത്തിക്കുന്നു. സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്തതാണ് നമ്മുടെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നു കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഓപ്പൺ എയറിൻ്റെ മീറ്റിംഗ് ആരംഭിക്കണം എന്നുള്ളത്. എന്നാൽ പിന്നീട് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇതുവരെയ്ക്കും ആ കാര്യത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ ഈ വർഷത്തെ ഒരു വോപ്പിംഗ് അഡ്മിഷനൊക്കെ കാണുമ്പോൾ വാസ്തവം പറഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ ധാരാളം നമുക്കുണ്ട്. കാരണം നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള നല്ലൊരു കൂട്ടം സ്റ്റുഡൻസാണ് നമുക്ക് വന്നിരിക്കുന്നത്. അവരോടുകൂടെ ചേർന്ന് നമുക്ക് ചെയ്യുവാനായിട്ടുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് സ്ഥലസഭ എന്ന നിലയിൽ സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഏത് വിധനെങ്കിലും പ്രവർത്തിപ്പാനായിട്ട് നാം ഒരുക്കുക. ഇതിൻ്റെ ഒരു സമ്മറി ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ഉപമയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്ന്, the Lord Jesus is asking us to cast the net. ഇന്ന് കർത്താവ് സഭയോട്, നമ്മുടെ ഓരോരുത്തരോട് പറയുകയാണ്, നിങ്ങളുടെ വല നിങ്ങൾ വീശുക. വ്യക്തിപരമായിട്ട് കർത്താവ് പറയുന്നു. നമ്മൾ ആ കാര്യത്തിൽ എന്തുമാത്രം ശ്രദ്ധ വയ്ക്കുന്നു? ഈ ഒരാഴ്ച നമ്മൾ നോക്കുക.
ഈ തിങ്കളാഴ്ച മുതൽ, അതിന് മുമ്പിലത്തെ ദിവസങ്ങൾ പോട്ടെ, ഈ തിങ്കളാഴ്ച മുതൽ നമ്മൾ സുവിശേഷീകരണം എന്ന കാര്യത്തിൽ വ്യക്തിപരമായിട്ട് നമ്മൾ ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഒരു നന്മ പ്രവർത്തനം അല്ലെങ്കിൽ നന്മ സുവിശേഷിക്കുക നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഒന്നൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ ബിസിനസ് സ്ഥലത്ത് ഒരവസരം കിട്ടുന്ന സമയത്ത്, ഞാൻ പറയാം, ചിലരെ കർത്താവ് നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരും. ആ ഒരു നിമിഷത്തിൽ തന്നെ കർത്താവ് ഒരു ഇൻഡിക്കേഷൻ നമുക്ക് തരും. യു ഷെയർ ദ വേർഡ്, യു ജസ്റ്റ് സ്പീക്ക് ടു ഹിം വൺ വേർഡ്. ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. ദാറ്റ് വിൽ ബി എ ഫുഡ് ഫോർ തോട്ട്. നമ്മൾ ചെയ്തിട്ടുണ്ടോ? എത്രയോ പേരെ കർത്താവ് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കുന്നവർ, ബിസിനസ്സിലായിരിക്കുന്നവർ, നമ്മളായിരിക്കുന്ന ജോലി സ്ഥലത്ത് നമുക്ക് അവസരങ്ങൾ കർത്താവ് തരുന്നു. പൊട്ടൻഷ്യലായിട്ടുള്ള ചില നശിച്ചു പോകുന്ന ആത്മാക്കളെ കർത്താവ് നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ആഴ്ച കോട്ടേജ് മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞാണ്, ഓരോ ദിവസം തന്നെ ഓൺ ആൻ ആവറേജ് 1.5 lakhs ആൾക്കാരാണ് ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. അവരൊരു ലൈനിൽ നിർത്തുവാണെങ്കിൽ ആ ലൈനിൻ്റെ ദൈർഘ്യം 45 കിലോമീറ്റർ ആയിരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കുക. 45 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ്, അതായത് ഇവിടെ നിന്ന് തിരുവല്ല കഴിഞ്ഞിട്ടുള്ള ചങ്ങനാശ്ശേരി വരയ്ക്കും ഉള്ള അത്രയും നീളത്തിനാണ് ആൾക്കാർ നിന്നിട്ട് അതിലൊരു നല്ല പങ്ക് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നുണ്ടോ? കുറച്ചു പേര് കർത്താവ് കൊണ്ടുവരുന്നു, എല്ലാ ദിവസവും കൊണ്ടുവരുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ആ വ്യക്തിയോട് സംസാരിക്കാനായിട്ട് നമ്മളാൽ കഴിയുന്നുണ്ടോ? കർത്താവ് കൃപ നൽകട്ടെ. രണ്ടാമത്തേത്, കിങ്ഡം ഇസ് ഓൾ ഇൻക്ലൂസീവ്. പ്രീച്ച് ടു ഓൾ. എല്ലാവരോടും സുവിശേഷം അറിയിപ്പാനുള്ള കടപ്പാട് നമുക്കുണ്ട്. പ്രീച്ച് ടു ഓൾ ബിക്കോസ് ഹീ ഡൈഡ് ഫോർ ഓൾ. മൂന്നാമത്തേത്, എ ഡേ വെൻ നെറ്റ് വിൽ ബി ഫുൾ. ഒരു ദിവസമുണ്ട് ആ വല നിറയും. അത് തീർച്ചയാണ്. കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്ന എപ്പോഴാണ് നമുക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ തീയതിയോ സമയമോ ദിവസമോ അല്ല ഞാൻ പറയുന്നത്. എല്ലാ സ്ഥലത്തും സുവിശേഷം എത്തിച്ചേരണം, എല്ലാ കോണിലും എത്തിച്ചേരണം. നാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദി എൻഡ് ഓഫ് ട്രിബുലേഷൻ പീരിയഡ്, ദി ഏഞ്ചൽസ് വിൽ സെപ്പറേറ്റ്. മഹാപീഡന കാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ദൂതന്മാർ നല്ലതും ചീത്തയും അവർ വേർപിരിക്കും. ദ കിങ്ഡം ഓഫ് ഹെവൻ ഹാസ് എ റിയൽ വാല്യൂ പിക്ചർഡ് ഇൻ ദ വാല്യൂ ഓഫ് ബ്യൂട്ടിഫുൾ ഫിഷ് ഡ്രോൺ ഫ്രോം സീ. നല്ല മീനുകളെയാണ് അവിടെ തിരഞ്ഞെടുത്ത് പാത്രത്തിൽ സൂക്ഷിക്കുന്നതും ചീത്തയായതെല്ലാം അത് എറിഞ്ഞ് കളയുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ കൃപായുഗത്തിൽ സഭയായിട്ട് സുവിശേഷീകരണത്തിലുള്ള നമ്മുടെ പങ്ക് അത് നമുക്ക് വിജയകരമായിട്ട് പ്രവർത്തിക്കാം. ഞാനൊരു ചെറിയ ഒരു തുടക്കത്തിന് വേണ്ടി പറയാം. 2 ആഴ്ച മുമ്പ് ആണല്ലോ നമ്മുടെ 4 സംസ്ഥാനങ്ങളുടെ പ്രയർ കാർഡ് ഞാൻ ഷെയർ ചെയ്തത്. ലെറ്റ് us make it a point. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ഓരോ ദിവസം ഒരു സ്റ്റേറ്റിനെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കും. 4 സ്റ്റേറ്റുകൾ. ഒഡീഷയിൽ 2 ജില്ല മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ UP, രാജസ്ഥാൻ, പഞ്ചാബ്, അതിൽ ഇനിയും എത്തിച്ചേരാത്ത ധാരാളം ജില്ലകളുണ്ട്. ചെറിയൊരു ടാസ്ക് അല്ല. ആ ജില്ലകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ലെറ്റ് ഇറ്റ് ബി ദ ബിഗിനിങ്. ആ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ ചിന്തിച്ച് നോക്കാം. നമ്മുടെ സഭയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന 30ഓളം കുടുംബങ്ങൾ അവർ കുടുംബയാഗപീഠത്തിൻ്റെ ചുറ്റിലും ഇരുന്ന് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കേൾക്കത്തില്ലയോ? കേൾക്കും, തീർച്ചയായിട്ടും കേൾക്കും. ആ ഉറപ്പോടുകൂടി വിശ്വാസത്തോടുകൂടി വേണം നാം പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ചുമ്മാ ജൽപ്പനയായിട്ട് നമ്മുടെ ആവശ്യങ്ങളായിട്ട് അതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ അതിലുപരിയായിട്ട് ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി, കാരണം ഈ സഭ അതിൽ നിലകൊണ്ട ഒരു സഭയാണ്. അതുകൊണ്ട് അതൊരു ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കുക. ടു ബിഗിൻ വിത്ത് അത്രമാത്രം നമ്മൾ ചെയ്യുക. അതിൽ വളരെ വ്യക്തമായിട്ട് ആ ജില്ലകളുടെ പേര് നൽകിയിട്ടുണ്ട്. ഓരോ മാസത്തിലെയും 3-ാം ചൊവ്വാഴ്ച സാങ്കേതിക മാധ്യമത്തിൽ കൂടെ ചേർന്ന് കശ്മീർ മുതൽ കന്യാകുമാരി വരയ്ക്കുള്ള സഹോദരന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എത്രയോ പ്രാർത്ഥന കൂടി വരും ആ വിധത്തിലുണ്ട്. കോവിഡ് കാലമാണ് ഈ വിധത്തിലുള്ള സൗകര്യങ്ങൾ നമുക്ക് നൽകിയത്.
എന്നാൽ അതിൽ കംഫർട്ട് സോണിൽ മാത്രം ഇരുന്നുകൊണ്ടല്ല, അവസരം കിട്ടുന്ന ആ സമയങ്ങളിലെല്ലാം നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് കൃപ നൽകട്ടെ. ഏതെങ്കിലും വിധത്തിൽ ഒരു കുടുംബത്തിനൊരു സഹായമായി തീരുവാൻ കർത്താവ് കൃപ നൽകട്ടെ. കഴിഞ്ഞ ദിവസത്തെ ജൂൺ മാസം 6-ാം തീയതി മീറ്റിങ്ങിൽ രാജസ്ഥാനിൽ നിന്ന് ബോവസും അതുപോലെ UP ഗോരഖ്പൂരിൽ നിന്ന് എബി എബ്രഹാം ഫിലിപ്പ് എന്ന സഹോദരന്മാർ കടന്നു വന്നിരുന്നു. കാണുന്ന സമയത്തെല്ലാം ഹാപ്പി ഗുഡ് എന്നൊക്കെ തോന്നും. എന്നാൽ അവർ കടന്നു പോകുന്ന ശോധനയുടെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് UP നമ്മുടെ 2 സഭകൾ അടഞ്ഞു കിടക്കുകയാണ്. അവർ വാണിംഗ് കൊടുത്തിട്ട് പോയിരിക്കുകയാണ്. ഇവിടെ തുറന്ന് ആരാധിക്കാൻ നിങ്ങൾ കൂടുകയാണെങ്കിൽ ഈ ബിൽഡിംഗ് ബുൾഡോസർ വെച്ച് ഞങ്ങൾ ഡിമോളിഷ് ചെയ്യും 2 സ്ഥലത്ത്. അവരുടെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്, ഏതെങ്കിലും വിധത്തിൽ അങ്ങനത്തെ ഒരു ഹൗസ് ഫെലോഷിപ്പ് നിങ്ങൾ കാണുവാണെങ്കിൽ യു ടേക്ക് ബുൾഡോസർ, ഡിമോളിഷ്. ഒരു കേസ് പോലും എടുക്കത്തില്ല. നമുക്ക് ചെയ്യാനായിട്ടുള്ളത് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് അത് പർപ്പസ്ഫുള്ളി ഉപയോഗിക്കാനായിട്ട് കർത്താവ് നമ്മെ കൃപ നൽകട്ടെ. ആ ഭാഗം കഴിഞ്ഞിട്ട് 51-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഗ്രഹിച്ചുവോ? അതൊരു ചെറിയ ചോദ്യമല്ല. 7 ഉപമകൾ പൊതുവായിട്ട് പറഞ്ഞതും വീട്ടിലിരുന്ന് പറഞ്ഞതും അത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടാണ് കർത്താവ് ചോദിക്കുന്നത്, ഇതെല്ലാം ഗ്രഹിച്ചു. ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ്? ദൈവം നമ്മളോടും ചോദിക്കുകയാണ്. കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഈ ഉപമകൾ പഠിക്കാനായിട്ട് നമ്മൾ ആരംഭിച്ചു. നിശബ്ദമായിട്ട് ദൈവിക സന്നിധിയിൽ നമ്മളായിരിക്കുന്ന സമയത്ത് കർത്താവ് നമ്മുടെ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ്? ഇത് നിങ്ങൾ ഗ്രഹിച്ചുവോ? വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക. മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം വളരെ ഡീപ്പായിട്ടുള്ളൊരു പദമാണ്. നീ ഇത് വായിച്ചറിഞ്ഞോ അല്ല ചോദിക്കുന്നത്, നീ ഇത് പഠിച്ചിട്ടുണ്ടോ എന്നല്ലാതെ ചോദിക്കുന്നത്, നീ ഇത് ധ്യാനിച്ചിട്ടുണ്ടോ എന്നല്ല. ഇവിടെ ചോദിക്കുന്നത് ഇതെല്ലാം ഗ്രഹിച്ചുവോ? അതിന് യഥാർത്ഥമായ അർത്ഥത്തിലും സെൻസിലും അത് ഉൾക്കൊള്ളുവാനായിട്ട് നിന്നാൽ സാധിച്ചിട്ടുണ്ടോ? ആ ചോദ്യം ദൈവം നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്. ഈ ഓരോ ഉപമകളും നമ്മൾ പഠിച്ചു വന്നു. അതിൻ്റെ പ്രാധാന്യവും ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഒരുക്കുന്ന വിധത്തിൽ, ഒരുക്കുന്ന സമയത്ത് അത് നമ്മോട് ആത്മീയ പാഠങ്ങൾ പഠിപ്പിച്ചത് അത് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്നതിന് അവർ പറഞ്ഞത് എന്താണ്? ഉവ്വെന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാരുടെ ഒരു പൊതു ഇതാണ്. നമ്മളെല്ലാവരും അത് തന്നെ പറയും. കർത്താവ് ഇപ്പോൾ ചോദിക്കുകയാണ്, നീ ഗ്രഹിച്ചു? ആ, ഗ്രഹിച്ചു. എന്നാൽ ഈ പറഞ്ഞവർ തന്നെയാണ് ഓരോ ഘട്ടത്തിലും ഏത് വിധത്തിലാണ് അവർ ബിഹേവ് ചെയ്തത് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. പത്രോസിന്റെ തന്നെ എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഇത്രയും ഉറപ്പ് പറഞ്ഞ പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. അവിടെയും തീർന്നോ? ഇല്ല. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതെല്ലാം കണ്ടിട്ടും യോഹന്നാന്റെ സുവിശേഷം അവസാനം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്ന എന്താണ്? തൻ്റെ കൂടെ വേറെ 2 പേരും കൂടി, നഥാനിയലും കൂടി, തോമസും കൂടി. എന്താ പറഞ്ഞത്? ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഐ ഗോ ഫിഷിംഗ്. എനിക്ക് ആ ഭാഗം വായിക്കുമ്പോൾ നല്ല രസകരമായിട്ട് തോന്നുന്നു. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടും ഹി വാണ്ട്സ് ടു ഗോ ബാക്ക് ടു ഹിസ് ഓൾഡ് ട്രേഡ്. ഉയർത്തെഴുന്നിട്ട് കർത്താവിനെ കണ്ട് ഉറപ്പും ധൈര്യവും ലഭിച്ച പത്രോസ് വീണ്ടും പറയുകയാണ്, ഐ ഗോ ഫിഷിംഗ്. പറഞ്ഞ ഉടനെ തന്നെ കൂട്ടത്തോട് പറയാണ്, വി വിൽ ഓൾസോ കം. ഞങ്ങളും വരുവാണ് കൂടെ. എന്ത് സംഭവിച്ചു? അട്ടർ ഫെയിലിയർ. അത് വിവരിക്കാനായിട്ട് സമയമില്ല, നമുക്കറിയാം. എന്നാൽ അവിടെയും കരുണാമയനായ കർത്താവ് പത്രോസിനെ എത്രയോ സ്നേഹത്തിൽ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ഹി റെസ്റ്റോഴ്സ് പീറ്റർ. അതാണ് നമ്മുടെ കർത്താവ്. അവരുവ്വ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. ഈ പാരബിളിൻ്റെ ടൈറ്റിൽ നമ്മൾ കൊടുക്കുന്നത്
ദ പാരബിൾ ഓഫ് ദി ഹൗസ് ഹോൾഡർ, അല്ലെങ്കിൽ വീട്ടുടയവന്റെ ഉപമ എന്ന്. അപ്പൊ ഇവിടെ ദൈവരാജ്യത്തിൻ്റെ മൂല്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഉപമ കൂടിയാണിത്. 2 വാക്യത്തിൽ മാത്രമേ ഇത് വിവരിച്ചിട്ടുള്ളൂ. എന്താണ് ആ മൂല്യം എന്ന് പറയുന്നത്? കർത്താവിൻ്റെ ദാസന്മാര് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനെ മൂല്യം കൊടുക്കുന്ന ഒരു വിഷയമാണ്. ആ വിധത്തിൽ വേണം അതിനെ കണക്കാക്കുക. അതൊരു സാധാരണ വിഷയമല്ല. ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് വാല്യൂ. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഓൾ ദീസ് തിങ്സ്? ദൈവമക്കളെ, നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാൻ മാത്രമേ വകയുള്ളൂ. കാരണം നമുക്ക് പൂർണ്ണ ധൈര്യത്തോടുകൂടി പറയാം, നമ്മെ മനസ്സിലാക്കി തരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മുടെ കരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഭാഷയിൽ പൂർണ്ണ വേദപുസ്തകം നമുക്കുണ്ട്. ഇല്ലേ? ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു വിധത്തിലുള്ള ഒരു എക്സ്ക്യൂസ് നമുക്ക് പറയാനായിട്ടില്ല. വി ഹാവ് ദി ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റ് ആൻഡ് വി ഹാവ് ദ കംപ്ലീറ്റ് സ്ക്രിപ്ചർ. സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് കർത്താവ് പല ഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട്, ഡു വി നോട്ട് അണ്ടർസ്റ്റാൻഡ്? ഒരു വാക്യം നമുക്കൊന്ന് പെട്ടെന്ന് വായിക്കാം. മത്തായി 15:17, അടുത്തുള്ള അധ്യായത്തിലാണ്. മത്തായി 15:17. അന്ന് 15:17 അല്ലേ? അത് 16 കടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുറയിൽ അല്ല. നിൽക്കുന്നില്ലേ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് അല്ല. 15:17. ആ, 15:17. ഇനി 16 നോക്കട്ടെ, ഒരു മിനിറ്റ്. 16 പറയുന്നത്. അതിനവൻ പറഞ്ഞത്, നിങ്ങളും ഇന്ന് വരെ ബോധമില്ലാത്തവർ ബോധമില്ലാത്തവർ, അതായത് ഡു യു നോട്ട് അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ ബോധമില്ലാതെയാണോ ഇത് കേൾക്കുന്നത്? ഇനി 16:9 ഒന്ന് നോക്കുക. 16:9. ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? ഇനി 22:29, മത്തായി തന്നെ 22:29. എന്തൊക്കെ അറിയായിക്കൊണ്ട്? തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികൊണ്ട് തെറ്റിപ്പോകുന്നു. ഇപ്പൊ ഈ ചോദ്യം തന്റെ ശിഷ്യന്മാരോട് കർത്താവ് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഡു യു നോട്ട് അണ്ടർസ്റ്റാൻഡ്? അതുപോലെ തന്നെ പൗലോസിന്റെ, പ്രത്യേകിച്ചും കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് പല ഭാഗങ്ങളിൽ പൗലോസ് ഇതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. നോ യു നോട്ട്? നിങ്ങൾക്കിത് അറിയത്തില്ലയോ? നിങ്ങളിത് ഗ്രഹിക്കുന്നില്ലയോ എന്ന്. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കുക. ഈ കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് നാം ഗ്രഹിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അവിടെ പറയുന്നത്, എവ്രി സ്ക്രൈബ്, ഓരോ ശാസ്ത്രിയും സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീരണം. ഞാൻ അങ്ങനെ അതിന് പറയാം. ഓരോ ശാസ്ത്രിയും സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യരായി തീരണം. അപ്പോൾ ആരായി ശാസ്ത്രി എന്ന് പറയുന്നത്? നമുക്കറിയാം, ശാസ്ത്രിമാരെ കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്. സ്ക്രൈബ്സ്, ഇംഗ്ലീഷിൽ നമ്മൾ ആ പദമാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ശാസ്ത്രി എന്ന് പറയുമ്പോൾ എസ്രാ ശാസ്ത്രി. ഈ ശാസ്ത്രിമാരെന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ഉത്തരവാദിത്വവും ഒരു ശുശ്രൂഷയുമായിരുന്നു. ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് ദ ലോ. ന്യായപ്രമാണവും പുസ്തകങ്ങളും അതിൻ്റെ പൂർണ്ണ ഗൗരവത്തോടുകൂടെ അതിനെ കാത്തു സൂക്ഷിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ സാങ്ക്ടിറ്റി, അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടാതെ അതിനെ സെക്യൂർ ചെയ്ത് വയ്ക്കുക. എന്നാൽ കാലക്രമേണ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സംഭവിച്ചത്, ഈ ശാസ്ത്രിമാര് അവർ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തെ കാക്കുന്നതിൻ്റെ പകരമായിട്ട്
they started following the dead traditions. ചത്ത പല ചടങ്ങുകളെ മാത്രം അനുസരിച്ച് പോകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ശാസ്ത്രിമാരും തെറ്റിപ്പോയി. യഥാർത്ഥമായ കാര്യങ്ങൾ ഗ്രഹിച്ച് അടുത്ത തലമുറയെ ഒരുക്കുവാൻ വേണ്ടിയോ ആ തലമുറയിൽ തന്നെ ഈ പറയുന്ന വലിയ നിധിയെ കാത്തു സൂക്ഷിക്കാനായിട്ട് അവരാൽ കഴിഞ്ഞില്ല. അതുകൊണ്ട് വലിയ ഒരു പരാജയം അവർക്ക് സംഭവിച്ചു. അതിൻ്റെ കാരണം എന്താണ്? ദ സ്ക്രൈബ്സ് ദേ ഫെയിൽഡ് ടു ബിക്കം ഡിസൈപ്പിൾസ്. ശാസ്ത്രിമാര് അവർ ശിഷ്യത്വം സ്വീകരിച്ച് ശിഷ്യന്റെ മനോഭാവത്തോടുകൂടി ഒരു ശിഷ്യത്വം അതേ വിധത്തിലുള്ളൊരു ജീവിതം അവരുടെ ആയി തീർന്നില്ല. അപ്പം അതുകൊണ്ട് അത് നമുക്കൊരു മുന്നറിയിപ്പാണ്. ഈ ഉപമയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന 3 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ലേണിംഗ് ദ ട്രൂത്ത്. ഒന്നാമത്തെ ഉത്തരവാദിത്വം, സത്യം നാം പഠിക്കുക. സത്യം നാം പഠിക്കുക, ഗ്രഹിക്കുക. എക്സാമിൻ ആൻഡ് ഡിസ്കവർ ഇറ്റ്സ് ടീച്ചിങ്സ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് യഥാർത്ഥമായ അതിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കി പഠിക്കുക. ഏതെങ്കിലും കേട്ട് പഠിക്കരുത്. അപ്പോൾ നമുക്കറിയാം, ഈ സാങ്കേതിക വിദ്യ ഇത്രയും വർദ്ധിച്ചു വന്നുകൊണ്ട് ധാരാളം വി ആർ ബോംബാർഡഡ് ഫ്രം ഓൾ കോർണേഴ്സ്. ഇങ്ങോട്ട് തിരിഞ്ഞാലും മെസ്സേജ് കേൾക്കുന്നു, അങ്ങോട്ട് തിരിഞ്ഞാലും മെസ്സേജ് കേൾക്കുന്നു, എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേതാ നല്ലത്, ഏതാ യഥാർത്ഥമായിട്ടുള്ള ഒരു എക്സ്പൗണ്ടിങ് വ്യാഖ്യാനം എന്നുള്ളത് പലപ്പോഴും പുതിയ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ അത്രയും ഇൻഡെപ്ത് നോളജ് ഇല്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ചിലരുടെ അങ്ങ് ഒരു ഫാനായിത്തീരും ചില വേദപണ്ഡിതന്മാരുടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫൈനൽ വേർഡ് എന്ന് പറഞ്ഞാൽ അത് മാത്രം അനുസരിച്ചിരിക്കുന്നവരുമുണ്ട്. ഇത് രണ്ടും ഡേഞ്ചറസ്. വേദപുസ്തകവുമായിട്ട് ദൈവാത്മാവ് നമ്മോട് കൂടെ ഉണ്ട്, സഹായത്തോടുകൂടെ ഏറ്റവും ആ വിധത്തിൽ നല്ല വ്യാഖ്യാനം നൽകുന്ന വേദപണ്ഡിതന്മാരുടെ അത് മനസ്സിലാക്കി വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതെങ്കിലും ഒരു സംശയം വരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ചോദിക്കാനായിട്ടുള്ള ചില വേദ അധ്യാപകന്മാരുണ്ട്. നേരത്തെ ഡോക്ടർ OMS അദ്ദേഹത്തോട് പ്രത്യേകമായിട്ട് ഞാൻ ചോദിക്കുകയായിരുന്നു. ഇപ്പോൾ ആ വിധത്തിലുള്ള ഒരു ചോദ്യം വരുന്ന സമയത്ത് അതുപോലെ ഇൻഡെപ്ത് നോളജ് ഉള്ള ചിലരുണ്ട്. ഡോക്ടർ കോശി മാത്യു പ്രത്യേകിച്ച് ഭാവികാല സംഭവങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അത് വിവരിച്ച് പറയുന്നതും വ്യാഖ്യാനിച്ച് പറയുന്ന ഒരു നല്ല വേദ പണ്ഡിതനാണ്. ബ്രദർ തോംസൺ B. തോമസ്, അങ്ങനെയുള്ള ദേവദാസന്മാർ അത്രയും ഇൻഡെപ്തായിട്ട് പഠിച്ച വിഷയങ്ങളുണ്ട്. അവരോട് ചോദിച്ചു കഴിയുമ്പോൾ യാതൊരു വിധത്തിലുള്ള കലർപ്പില്ലാതെ നിർമ്മലമായിട്ടുള്ള യഥാർത്ഥ വ്യാഖ്യാനം നമുക്ക് ലഭിക്കും. ഞാൻ 1-2 പേരുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിലുപരിയായിട്ടുള്ള ഏറ്റവും നല്ല എക്സ്പോസിറ്ററി പ്രീച്ചിങ് ആകട്ടെ, ആ വിധത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ മധ്യത്തിലുള്ള ഒരു പ്രഗത്ഭനായ വേദ പണ്ഡിതനാണ് ഡോക്ടർ അലക്സാണ്ടർ കുര്യൻ. അതുപോലെ വ്യാഖ്യാനിച്ച് പറയാനുള്ള വ്യക്തി നമ്മുടെ കൂട്ടത്തിലുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ യഥാർത്ഥമായിട്ട് വ്യാഖ്യാനം നൽകുന്ന ഒരു ദൈവദാസനാണ്. ഞാനിത് പറഞ്ഞത് ആ കാര്യങ്ങൾ മാത്രം ഗ്രഹിച്ച് പഠിക്കുക. 2 തിമോത്തിയോസ് 3:16-17 നമ്മൾ വായിക്കുന്നത് എന്താണ്? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ ഇനി വേണ്ട, 4 പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനും. അതിൽ ഒന്നാമത്തേതാണ് ഉപദേശത്തിനും. അതുകൊണ്ട് നാം പഠിക്കുക. റെസ്പോൺസിബിലിറ്റി ഓഫ് ലേണിംഗ് ദ ട്രൂത്ത്. രണ്ടാമത്തേതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ലിവിങ് ദ ട്രൂത്ത്. നമ്മൾ വേർപെട്ട സഭകൾക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് നമുക്ക് അറിവിൻ്റെ ചീർപ്പുണ്ട്. നാം അറിയുന്നെന്ന് നമ്മൾ ധരിക്കുന്നു, എന്നാൽ അതിനനുസരിച്ചുള്ള ജീവിതം ഇല്ല. അത് നമ്മൾ സമ്മതിച്ചേ മതിയാകും. അതിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ നമുക്ക് ഉജ്ജ്വലമായിട്ട് ഈ സമൂഹത്തിന് അതിൽ നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ കല്ലിശ്ശേരിയിലെ ആ മീറ്റിങ്ങിൽ കടന്നു ചെന്നപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ അവിടെ വളരെ നല്ല അറിവുള്ളൊരു കൂട്ടമാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ പേരുകൾ പറയുന്നില്ല, നമുക്കറിയാം. വളരെ വളരെ നല്ല പ്രഗത്ഭരായിട്ടുള്ള ദേവദാസന്മാരും സഹോദരന്മാരും ആണ് അവിടെ ഇരിക്കുന്നത്. നല്ലൊരു കൂട്ടം.
പക്ഷെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ ഫേസ് എക്സ്പ്രഷൻ നോക്കിയപ്പോൾ അവരാദ്യമായിട്ട് കേൾക്കുന്ന പോലെയാണ് അവരുടെ എക്സ്പ്രഷൻ. എന്ന് പറഞ്ഞാൽ ദാറ്റ് റിയലി എൻകറേജസ് യു. നമ്മൾ ആ മുഖത്തേക്ക് നോക്കും. ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു പേര് ഞാൻ ഏതായാലും അങ്ങ് പറയാം. MP ബാബു അങ്കിളാണ് അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് ഹി ഹാസ് ഗോട്ട് എ വാസ്റ്റ് നോളജ്. എന്നാൽ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ആ പുഞ്ചിരിയോടുകൂടി ഞാൻ പറയുന്ന വാക്കുകൾ ആസ് ഇഫ് ഹി വാസ് ലിസ്ണിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. അത് കേൾക്കുമ്പോൾ നമുക്കങ്ങ് എൻകറേജ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് വെരി എൻകറേജിങ്. പ്രത്യേകിച്ചും എൻ്റെ പോലത്തെ ഉള്ള തുടക്കക്കാരൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ആ വിധത്തിലുള്ളൊരു എക്സ്പ്രഷൻ. എന്നാൽ ചില സ്ഥലത്ത് ഒന്നും അറിയാതെ തന്നെ, ചില സ്ഥലത്താണ് ഞാൻ പറയും, ഇവിടെ അല്ല, അവിടെ ചെന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഭാവം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, വി നോ വെരി വെൽ. അതൊരു സ്യൂഡോ നോളജ് മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ ഞാൻ പറയട്ടെ, നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർന്ന് നമുക്കറിയാം നന്നായിട്ട്. കേരളത്തിൽ ജനിച്ച് വളർന്നവർ അവർക്കൊരു സ്യൂഡോ നോളജ് മാത്രമേ ഉള്ളൂ. ഹൈ ലിറ്ററസി എന്നൊക്കെ പറയുന്നു എന്ന് പറയുന്ന പോലെ ആത്മീയ ഗോളത്തിലും they pretend as if they know everything. No, they don't know. അറിയത്തില്ല. അതുകൊണ്ട് പഠിച്ച വിഷയം ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുക. ഓരോ സത്യം പഠിച്ചു കഴിയുമ്പോൾ live by the truth. The responsibility of living the truth. മൂന്നാമത്തേത് the responsibility of sharing the truth. ഈ സത്യം തന്നെ നാം മറ്റുള്ളവർക്ക് അറിയിച്ച് കൊടുക്കുക. 3 കാര്യം ഞാൻ പറഞ്ഞു. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ലേണിംഗ് ദ ട്രൂത്ത്, പഠിക്കുന്ന ഉത്തരവാദിത്വം. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ലിവിങ് ദ ട്രൂത്ത്, ആ സത്യത്തിൽ തന്നെ ജീവിക്കുക. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഷെയറിങ് ദ ട്രൂത്ത്, ആ സത്യത്തെ മറ്റുള്ളവരോട് പങ്കുവെക്കുക. നമ്മുടെ ഗ്രേസി മാമയുടെ വീട്ടിൽ എല്ലാ ചൊവ്വാഴ്ച ഒരു പ്രാർത്ഥനയുണ്ട്. അവിടെ രക്ഷിക്കപ്പെടാത്തവരും രക്ഷിക്കപ്പെട്ടവരും പുതിയ വിശ്വാസികളായിട്ടുള്ള ധാരാളം പേര് അവർ ഒരുമിച്ച് കൂടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ വന്ന് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാൻ മാത്രമല്ല, അവിടെ ചില ദേവദാസന്മാർ അവിടെ വന്ന് വചന ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ആ വചന ശുശ്രൂഷയും ഈ കുടുംബത്തിലെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റവും സാക്ഷ്യവും അതും നിശബ്ദമായിട്ട് ആ കൂട്ടത്തോട് സംസാരിക്കുകയാണ്. അതും കൂടി കണ്ടിട്ടാണ് പലരും ഈ സത്യത്തിലേക്ക് ആകർഷിതരായിട്ട് അവരും ഈ ദൈവവും എൻ്റെ ദൈവം എന്നവർ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെയുള്ള എത്രയോ കുടുംബങ്ങളുണ്ട്. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ലിവിങ് ദ ട്രൂത്ത്, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഷെയറിങ് ദ ട്രൂത്ത്. അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു വാക്യമാണല്ലോ എസ്ര ശാസ്ത്രിയുടെ തന്നെ പുസ്തകത്തിലെ 7-ാം അധ്യായത്തിലെ 10-ാം വാക്യം. അതും കൂടി വായിച്ച് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എസ്ര 7:10. മതി. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും. പരിശോധിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാം അടങ്ങിയിരിക്കുക. വെറുതെ ഒരു വായനയല്ല, വെറുതെ ഒന്ന് നോക്കി അതങ്ങ് വായിച്ചു പോവുകയല്ല, ഓവർലുക്ക് ചെയ്ത് പോവുകയുമല്ല. പിന്നെയോ പരിശോധിക്കുക, സൂക്ഷ്മമായിട്ട് ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് എടുത്തിട്ട് പരിശോധിച്ച് നോക്കുക. അത്രയും സൂക്ഷ്മമായിട്ട് പഠിക്കുക അതിനെ സൂചിപ്പിക്കുന്നതാണ്. സോ ദാറ്റ് സ്പീക്സ് ഓഫ് വാട്ട്? That speaks of learning. പഠിക്കുക, സ്ക്രൈബ് ലേണിംഗ്. ഓരോ ശാസ്ത്രി എന്ന് അഭിമാനിക്കുന്നവൻ പഠിക്കുന്നവനായിരിക്കണം. He has to learn. അടുത്തത് അതനുസരിച്ച്. ഏതനുസരിച്ച്? പരിശോധിച്ച് പഠിച്ച വിഷയത്തിൽ നടക്കാൻ. So that is living by the truth, disciple living. അതുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും പറയുന്നത് സാൽവേഷൻ ഈസ് ഫ്രീ ബട്ട് ഡിസൈപ്പിൾഷിപ്പ് ഈസ് കോസ്റ്റ്ലി. രക്ഷ സൗജന്യമാണ്, എന്നാൽ ശിഷ്യത്വമോ അത് വലിയ വില കൊടുക്കേണ്ടി വരും. ഡിസൈപ്പിൾഷിപ്പ് ഈസ് കോസ്റ്റ്ലി. മൂന്നാമത്തേത് ഇസ്രായേൽ അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സുവെച്ചു.
ആ ചട്ടങ്ങളും വിധികളും ഇസ്രായേലിൽ ഉപദേശിപ്പാനും പഠിപ്പിച്ചു കൊടുക്കുവാനും അല്ലെങ്കിൽ അത് പങ്കുവെക്കുവാനും എസ്ര മനസ്സ് വെച്ചു. ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണ് പഠിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക, അത് പങ്കുവയ്ക്കുക. ദൈവരാജ്യത്തിൻ്റെ ഉപമകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പ്രിൻസ്ലി ആൻഡ് പ്രീസ്റ്റ്ലി ഒരു ലെവലിലേക്കാണല്ലോ കർത്താവ് നമ്മെ ഉയർത്തിയിരിക്കുന്നത്. വി ആർ ദ റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് വി ആർ എ കിങ്ഡം ഓഫ് പ്രീസ്റ്റ്സ്. ആ രാജ്യത്തിൻ്റെ പുരോഹിത വർഗമാണ് നമ്മൾ, റോയൽ പുരോഹിത വർഗം. അപ്പോൾ അതുകൊണ്ട് നാം സുവിശേഷത്തിൻ്റെ വിത്ത് അല്ലെങ്കിൽ വചനത്തിൻ്റെ വിത്ത് അത് വിതച്ച് മുൻപോട്ട് പോകാം. ഉപമകളുടെ പട്ടിക ആരംഭിക്കുന്നത് ആ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ ആണ്. അവസാനം നമ്മൾ കാണുന്നത് 7ാമത്തെ ഉപമയിൽ ആ വല വീശുന്നത്. അവിടെ ആരാ വല വീശുന്നത് എന്ന് അവിടെ പറയുന്നില്ല. നാം എല്ലാവരും വല വീശണം. ഈച്ച് വൺ ഓൾസോ കളക്റ്റീവ്ലി, നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് ചേർന്ന് നാം വല വീശി സുവിശേഷ ഘോഷണത്തിൽ നമ്മുടെ പങ്ക് വഹിക്കുക. വി ആർ റോയൽ പ്രീസ്റ്റ്ഹുഡ്. വി ആർ ദി അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ് നമ്മൾ. അതുമാത്രമല്ല, വി ആർ ദ സിറ്റിസൻസ് ഓഫ് ഹെവൻ. സ്വർഗീയ പൗരന്മാരാണ്. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നമുക്കറിയാവുന്ന കാര്യമാണ്. വി ആർ എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗമാണ്. വി ആർ ദി അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് യേശു ക്രിസ്തുവിനെ സ്ഥാനാപതികളാക്കിയിട്ടാണ് കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നത്. ആൻഡ് വി ആർ ദ സിറ്റിസൻസ് ഓഫ് ഹെവൻ. സാത്താന് നമ്മുടെ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതിനെല്ലാം എതിർത്ത് മുൻപോട്ട് പോകുവാനായിട്ടുള്ള എല്ലാ സന്നാഹവും കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഹീ ഈസ് വിത്ത് അസ്. അവൻ നമ്മോട് കൂടെയുണ്ട്. ഇഫ് ഹീ ഈസ് ഫോർ അസ്, ഹു ക്യാൻ ബി അഗെയിൻസ്റ്റ് അസ്? അവൻ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? അതുകൊണ്ട് കർത്താവിൽ നമുക്ക് ആശ്രയിച്ച് ആയിരിക്കാം. ഇതിൻ്റെ ആകത്തുക ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ബി ഓണസ്റ്റ് വെദർ വി അണ്ടർസ്റ്റാൻഡ് ഹിസ് വേർഡ്. സത്യസന്ധമായിട്ട് നമ്മൾ ചിന്തിക്കുക. ഈ സത്യങ്ങൾ, കർത്താവിൻ്റെ വചനത്തിലെ പാഠങ്ങൾ നാം ഗ്രഹിച്ചിട്ടുണ്ടോ? അടുത്തത്, ബൈബിൾ ട്രൂത്ത്സ് ആർ ടു ബി ട്രഷേർഡ്. വേദപുസ്തകത്തിലെ സത്യങ്ങൾ അത് മൂല്യം ഉള്ളത് എന്ന് നാം ചിന്തിക്കുക. 3ാമത്തേത്, ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഇറ്റ് ഓൾവേസ് ഷൈൻസ് ലൈറ്റ് ഓൺ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ട്രൂത്ത്. അതുകൊണ്ടാണ് ഈ അവസാനത്തെ ഉപമയിൽ പറയുന്നത്, ആ വീട്ടുടയവൻ ചെയ്യുന്നത് പുതിയതും പഴയതും. പഴയതും പുതിയതും എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതിനൊരു പ്രത്യേകതയുണ്ട്. ന്യൂ ആൻഡ് ഓൾഡ്. അപ്പോൾ പുതിയതും അതിനോടൊപ്പം തന്നെ ഷാഡോ ആയിട്ടുള്ള പഴയത്. ദ ന്യൂ ആൻഡ് ദി ഓൾഡ്. സ്ക്രൈബ്സ് ആർ ഇൻസ്ട്രക്റ്റഡ് ഇൻ ഗോഡ്സ് കിങ്ഡം. നോ ദെയർ skillful, know their background and their skill. ശാസ്ത്രിമാരെ കുറിച്ച് അവർ ഏതു വിധത്തിലാണോ ഈ വലിയൊരു നിധി അവരുടെ കയ്യിൽ ഏൽപ്പിച്ചത്, അതിനനുസരിച്ച് സത്യസന്ധമായിട്ട് അവർക്ക് നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. നമ്മെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കുന്ന സത്യത്തിൽ ഉറപ്പോടുകൂടി നിൽക്കുവാനും അതിനനുസരിച്ച് ജീവിപ്പാനും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ 8 ഉപമകൾ വലിയ ഒരു എക്സോസ്റ്റീവായിട്ട് വളരെ വിശദമായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും യഥാർത്ഥമായ രീതിയിൽ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള വിധത്തിൽ അത് വ്യാഖ്യാനിച്ച് പറയാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊള്ളുവാനായിട്ട് ഒരു പരിധിവരെയും കർത്താവ് കൃപ ചെയ്തു. ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവ് നമ്മെ കൃപ നൽകട്ടെ. ദൈവരാജ്യത്തിൻ്റെയും സ്വർഗരാജ്യത്തിൻ്റെയും പൗരന്മാരായിട്ടുള്ള നമ്മളെ അതിനുവേണ്ടി ഒരുക്കുന്ന സമയത്ത് ഈ വിധത്തിൽ ദൈവവചനം പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ഈ സത്യം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന കാര്യത്തിൽ വിശ്വസ്തയോടുകൂടി കർത്താവിനെ മാത്രം സേവിച്ചും മാനിച്ചും ആയിരിക്കാൻ സഭയായിട്ട് തന്നെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കുടുംബ യാഗപീഠത്തിൽ
ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ടൊരു തുടക്കം കുറിക്കുവാൻ ഇതൊരു മുഖാന്തരമായി തീരുവാൻ കർത്താവ് കൃപ നൽകട്ടെ. വീണ്ടും കർത്താവ് അനുവദിച്ചാൽ ഇനി തുടർന്നുള്ള പഠനം അത് തുടർന്ന് പോവും. അതിനുശേഷം ഏതൊരു അവസരം തരികയാണെങ്കിൽ പുതിയ വിഷയമെടുത്ത് ഇതുപോലെ മുടക്കം കൂടാതെ പഠിക്കാനായിട്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സ്ഥലസഭയോടുള്ള പ്രത്യേകമായ നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.